بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بين التعلم والتعليم والتذكر والتذكير والنفع والانتفاع والإفادة والاستفادة والحث على التمسك بكتاب الله وسنة رسوله صلى الله عليه وسلم وما علمه الله عز وجل وما نواه مشايخنا من صالح النيات. اللهم أعنا بالعلم وزينا بالعلم وأكرمنا بالتقوى وجملنا بالعافية برحمة منك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. قال الله سبحانه وتعالى: ومن أحسن قولا ممن دعا إلى الله. صدق الله مولانا العلي العظيم. വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പുള്ള സമയമാണ്. ഇബാദത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഓത്തിൻ്റെയും സ്വലാത്തിൻ്റെ ഒക്കെ സമയമാണ്. സംഘാടകരുടെ എളുപ്പത്തിനാണ് ഈ ഒരു സമയത്തിലേക്ക് ആക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഇബാദത്തായി സ്വീകരിക്കുമാറാവട്ടെ. അനുവദിക്കപ്പെട്ട സമയം 3 മണിക്കൂറാണ്. അതിന് മുന്നേ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കണം. മഹാന്മാരായ മുൻകഴിഞ്ഞു പോയ മശായിഖുമാർ, പ്രത്യേകിച്ച് നാം ഇവിടെ ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന റമദാൻ ഉസ്താദ് പറഞ്ഞതുപോലെ മർക്കസ് ഗാർഡൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ഒരു ആഘോഷമാണ് ഖാജ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ഉറൂസ് മുബാറക്. ഉറൂസ് നമുക്കറിയാം, അറൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുയ്യാപ്പിള എന്നാണ്. അപ്പോൾ അവരുടെ വർഷം തോറും നടന്നു വരുന്ന അവരുടെ ഒരു കല്യാണവേള അല്ലെങ്കിൽ ഒരു ആഘോഷവേളയാണ് ഉറൂസ് എന്ന് പറയുന്നത്. പുതിയാപ്പിളയെപ്പോലെ ചമഞ്ഞൊരുങ്ങി ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ പൂർണ്ണമായും സജ്ജരാകുന്നൊരു സമയമാണ് ഉറൂസിൻ്റെ സമയം. അപ്പോൾ നമ്മുടെ ഈ നിമിഷങ്ങളൊക്കെ ശരിക്കും നമുക്ക് തവസ്സുലിനുള്ള വലിയൊരു മാർഗങ്ങളാണ്. നാം അവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന, അവരുടെ ദിക്റിലായി ചിലവഴിക്കുന്ന ദിക്റു സാലിഹീന കഫാറ, അവരുടെ ദിക്റിലായി, അവരുടെ വർത്തമാനത്തിലായി, അവരുടെ ചർച്ചയിലായി ചിലവഴിക്കുന്ന നിമിഷങ്ങളെല്ലാം ഇബാദത്തുകളാണ്. നമുക്കറിയാം, അബൂന ആദം അലൈഹിസ്സലാം മുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾ, അതിനുശേഷം അവിടുത്തെ ദൗത്യം കൊണ്ടു നടന്ന ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്ത്, അതിനുശേഷം വന്ന അഇമ്മത്ത്, താബിഈങ്ങൾ, ഇന്ന് നമ്മുടെ ഉസ്താദുമാർ വരെ എത്തി നിൽക്കുന്ന ആ ഒരു പരമ്പര, ഇവരുടെ എല്ലാം ദൗത്യം ഒന്നായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. മുത്തനബി തങ്ങൾ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു, നല്ലൊരു കുടുംബനാഥനായിരുന്നു, ഉപ്പയായിരുന്നു, ഭർത്താവായിരുന്നു, നല്ലൊരു നയതന്ത്രജ്ഞനായിരുന്നു, രാഷ്ട്രത്തലവനായിരുന്നു. എല്ലാമായിരിക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അഡ്രസ്സായി തിരഞ്ഞെടുത്തത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാനൊരു അധ്യാപകനായിട്ടാണ്, ഒരു മുഅല്ലിമായിട്ടാണ് നിങ്ങളിലേക്ക് നിയോഗിതനായത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നന്നായി സംസാരിക്കുന്ന ആരുണ്ട്? നമുക്കറിയാം, ഖാജ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നൂഹ് നബി അലൈഹിസ്സലാം, നമ്മുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഷെയ്ഖുന ഉസ്താദ്, അതുപോലെ ഖുതുബുദ് ദഅവത്തി വൽ ഇർഷാദ്, ബാലവി തരീഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്ന ഇമാം അബ്ദുല്ലാഹിബിൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ശാന്തപുരം ഉസ്താദ്, PMK ഫൈസി ഉസ്താദ്, ഹക്കീം ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു റൂട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെയൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം ദഅവ എന്നുള്ളതായിരുന്നു.
ദഅവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഫുത്തുവ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ നോബിൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഷിവാൽറി എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഫുത്തുവ. ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളൊരു സംഭവം. ഈ ദഅവ എന്നുള്ളതിൽ എവിടെയാണ് ഈ ഒരു ഫുത്തുവത്ത് വരുന്നത്? ദഅവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മനുഷ്യന്മാരെ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യരും നന്നായി കാണണം എന്ന് ആഗ്രഹിക്കലാണ് ഒരു ദാഇയുടെ അല്ലെങ്കിൽ ഒരു വലിയൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത്. അപ്പോൾ ഓരോ മനുഷ്യരെക്കുറിച്ചും കോടതിയിലൊക്കെ ഉള്ള വ്യവഹാരങ്ങളിൽ പറയും, കോടതിയുടെ മുമ്പിലെത്തുന്ന ഓരോ മനുഷ്യന്മാരും ഇന്നസെൻ്റാണ്, നിഷ്കളങ്കരാണ്. ചിലപ്പോൾ അയാളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്തായിരിക്കും? 8 വയസ്സുള്ളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ കൂട്ടക്കൊല നടത്തി അതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരാളായിരിക്കും. എന്നാൽ അയാൾ കോടതിയുടെ മുമ്പിലെത്തുന്ന സമയത്ത് അയാളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ ഇന്നസെൻ്റാണ്. അതുപോലെയാണ് മശായിഖന്മാരുടെ മുമ്പിൽ എത്തുന്ന ജനങ്ങൾ അതിലേറെ തെറ്റുകൾ ചെയ്തു എന്ന് പൂർണ്ണമായി ഉറപ്പിക്കപ്പെട്ട നിലയിലുള്ള മനുഷ്യരാണെങ്കിൽ പോലും അവരെക്കുറിച്ച് അവരുടെ മൈൻഡിലുള്ള ചിന്ത ബ്ലാങ്ക് ആയിരിക്കും. ഇയാൾ സ്വാലിഹാണെങ്കിൽ അതിലേറെ നന്നാക്കുക, ഇയാൾ മോശമാണെങ്കിൽ, ഇയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അയാളെ നല്ല ഒരവസ്ഥയിലേക്ക്, സ്വാലിഹായ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം. അതുകൊണ്ടാണ് സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സയ്യിദു ത്വായിഫ, സൂഫിയത്തിൻ്റെ നേതാവ് എന്നാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് ത്വരീഖത്തുകളുടെ സിസ്റ്റത്തിന് ഒരു അടിത്തറ പാകിയ സിലബസ് കൊണ്ടുവന്ന മഹാൻ. അതുകൊണ്ട് സയ്യിദു ത്വായിഫ എന്നാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. അവർ പറയുന്നത്, നാം സ്വാലിഹീങ്ങളോടൊപ്പം അനുഗമിച്ചാൽ, സ്വലാഹിയത്തിൻ്റെ അഹലുകാരോടൊപ്പം നാം അനുഗമിച്ചാൽ മോശമായ ആളുകളെക്കുറിച്ച് പോലും നമുക്ക് നല്ല ധാരണ വരും. അതേസമയം അഷ്റാറുൽ ഖൽഖ് ആയിട്ടുള്ള മോശക്കാരായ ജനങ്ങളിൽ വളരെ മോശമായി സംസാരിക്കുകയും ഗീബത്തും നമീമത്തും ഫസാദ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം കൂടുന്ന സമയത്ത് നല്ല ആളുകളെക്കുറിച്ച് പോലും നമുക്ക് സൂഉൽ ദൻ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പേർത്തും ഖുർആനിൽ പറയുന്നത്, കൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സ്വാലിഹീങ്ങളോടൊപ്പമാവണം, സ്വാദിഖീങ്ങളോടൊപ്പമാവണം, സജ്ജനങ്ങളോടൊപ്പമാവണം. നമ്മുടെ ദുആകളൊക്കെ അങ്ങനെയാണ്. ജംഇൻ്റെ ദുആകളൊക്കെ നമുക്കറിയാം. ഖുനൂത്തിൽ നമ്മളെന്താ ചൊല്ലുന്നത്? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, നീ ഹിദായത്താക്കിയ ഒരുപാട് ആളുകളുണ്ട്, ആ കൂട്ടത്തിലൊന്ന് ഞങ്ങളെ പെടുത്തി തരണം. ഇയ്യാക നഅ്ബുദു, ഒരാളാണ് നിസ്കരിക്കുന്നത്, പക്ഷേ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ മനുഷ്യൻ ഒരു ദിവസം 17 പ്രാവശ്യം ഫാത്തിഹ ഫർളായി ഓതുന്ന സമയത്ത് ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങളെല്ലാവരും ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, ഞങ്ങളെല്ലാവരും നിന്നോട് സഹായം തേടുന്നു. ഓരോ മനുഷ്യന്മാർക്കും വേണ്ടി ഈ ഒരു മനുഷ്യൻ, നാം ആകുന്ന ഈ ഒരു മനുഷ്യൻ എന്താക്കുകയാണ്? ശഫാഅത്ത് ചെയ്യുകയാണ്, തേടുകയാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമാണ് ശരിക്കും നമ്മെ ദഅവ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കുന്നത്. ഓരോ മനുഷ്യരും നന്നാവുക. അപ്പോൾ ഓരോ മനുഷ്യരെയും നന്നാക്കാൻ മശായിഖുമാർ ഓരോ കാലഘട്ടത്തിലും തിരഞ്ഞെടുത്ത മാർഗങ്ങളുണ്ട്. അത് ഓരോ രൂപങ്ങളായിരിക്കും. നമുക്ക് മനസ്സിലാവാത്തതും മനസ്സിലാവുന്നതുമായ പല രൂപങ്ങളും ഉണ്ടാവും. ഈ ഒരു രൂപങ്ങളെയാണ് തർബിയത്ത്, തസ്കിയത്ത്, തൻഖിയത്ത്, തഹ്ലിയത്ത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഈ ഒരു സ്ഫുടം ചെയ്തെടുക്കുന്ന രീതികളാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ നമുക്കറിയാം, അവസാന വർഷക്കാരൊക്കെ ഇവിടെ ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് ഓതുന്ന കിതാബായിരിക്കും. ഇഹ്യാ ഉലൂമുദ്ദീനിൽ പ്രധാനമായിട്ടും 2 ഭാഗമാണ് പറയുക. അഥവാ തസ്കിയത്തിൻ്റെ വിഷയത്തിൽ ഒന്ന് തൻഖിയത്തും ഒന്ന് തഹ്ലിയത്തും. തൻഖിയത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കൽ, തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കൽ. ആദ്യം ഒരു സ്ഥലം ക്ലിയർ ആക്കിയിട്ടാണല്ലോ അതിന് ശേഷമാണ് അവിടെ പെയിൻ്റ് അടിക്കൽ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ മശായിഖുമാരുടെ തർബിയത്തിൻ്റെ രൂപം പല രൂപത്തിലും ഉണ്ടാവും. അതാണ് അദ്കിയയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, വലികുല്ലി വാഹിദിഹിം തരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മൻ ദാ വാസില.
കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ വകകസറത്തിൽ ഔറാദി കസ്സൗമിസ്സല വകഖിദ്മത്തിൻ ലിന്നാസി വൽഹംലിൽ ഹതബ് ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വില. മശായിഖുമാരുടെ ഓരോ റൂട്ടുകളാണ് പറയുന്നത്. അദ്കിയയിൽ ഓരോരുത്തർക്കും അവരുടേതായ റൂട്ടുണ്ടാവും. ആര് തിരഞ്ഞെടുത്ത റൂട്ടും കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉസൂലിയത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും സായിറുൻ ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള യാത്രക്കാരാണ്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്കുള്ള യാത്രക്കാരാണ്. അപ്പോൾ റബ്ബിലേക്ക് എങ്ങനെ എത്താൻ കഴിയും എന്നുള്ള നിലക്കാണ്. ഒരു മീൻ കച്ചവടക്കാരൻ, പൂനൂർ അങ്ങാടിയിലുള്ള ഒരു മുസ്ലിമായൊരു മീൻ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അയാളുടെ ഈമാൻ സലാമത്താകുക എന്നുള്ളതാണ്. ഷെയ്ഖുന ഉസ്താദ് രാവും പകലുമില്ലാതെ ഈ 90 വയസ്സ് പിന്നിട്ട ഈ ഒരു സമയത്തും ഓടി നടക്കുന്നത് എന്താണ്? മദ്രസകൾ ഉണ്ടാക്കുന്നു, പള്ളികൾ ഉണ്ടാക്കുന്നു, കിണറുകൾ ഉണ്ടാക്കുന്നു, പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ഖൈറുകൾ എത്തിച്ചു കൊടുക്കുന്നു. എന്താണ് ഉസ്താദിൻ്റെ അടിസ്ഥാന ലക്ഷ്യം? ഈമാൻ സലാമത്താവുക. നാം ഇവിടെ 7 കൊല്ലം കിതാബ് ഓതി പഠിച്ച് നാം ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങുന്നു, പഠിക്കുന്നു, ജനങ്ങൾക്ക് ഇൽമിനെ എത്തിച്ചു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഈമാൻ സലാമത്താവുക. അപ്പോൾ ഏതൊരു മനുഷ്യനും ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ അടിത്തട്ടിൽ നിന്നും അയാളൊരു പോർട്ടറാവട്ടെ, ക്ലീനറാവട്ടെ, മുകളിലേക്ക് പോയി അയാളൊരു മുദരിസാവട്ടെ, ദായി ആവട്ടെ, അയാളൊരു ഡ്രൈവറാവട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാവട്ടെ, എന്തോ ആവട്ടെ, ആ മനുഷ്യൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ഹിദായത്താണ്, സലാമത്തുൽ ഈമാനാണ്, ആഖിബത്താണ്. അപ്പോൾ ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ നിർബന്ധമായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഒരു വഴികാട്ടിയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, മൻ യഹ്ദിഹില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽഹു ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയാൽ അവൻ ഹിദായത്തിലായി. ആരെങ്കിലും അല്ലാഹു ദലാലത്തിലാക്കിയാൽ അവനെ പരിപാലിച്ച് കൊണ്ട് നടക്കാനുള്ള ഒരു ഗുരുനാഥനെ അവന് ലഭിക്കുകയില്ല. ഇപ്പോൾ നമ്മളൊക്കെ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും, എത്ര ശുക്ർ ചെയ്താലും, സുജൂദ് ചെയ്താലും മതിയാവാത്തിടത്തോളം വലിയ ഒരു സ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിച്ചു. തർബിയത്തിന് പക്വതയുള്ള, പാകതയുള്ള, അത്രയും ഇൽമു കൊണ്ടും ജീവിതം കൊണ്ടും സൂക്ഷ്മത കൊണ്ടും നിറഞ്ഞ ഒരുപാട് ഉസ്താദുമാരെ, മശായിഖിനെ നമുക്ക് തന്നു എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. അവരുടെ തർബിയത്തിൻ്റെ വഴികൾ വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാം, നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തർബിയത്തിൻ്റെ മശായിഖുമാർ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ് എന്ത്? ഹിദായത്തിനുള്ള ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഒരു മുർഷിദായ ഉസ്താദിനെ ലഭിക്കുക എന്നുള്ളതാണ്. ഇർഷാദു ഉസ്താദിൻ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈത്തിൽ നമുക്കറിയാം, ഇർഷാദു ഉസ്താദിൻ വതൂലു സമാനി, നല്ലൊരു ആലിമിനെ ഉണ്ടാക്കി തീർക്കുന്നത് എന്താണ്? നല്ല ഒരു ഉസ്താദിൻ്റെ തർബിയത്താണ്. അപ്പോൾ ഈ ഒരു തർബിയത്ത്, കുല്ലു ശരീഅത്തിൻ ലാ ഹഖീഖത ലഹാ ഫഹിയ ആത്തിലത്തുൻ വ കുല്ലു ഹഖീഖത്തിൻ ലാ ശരീഅത ലഹാ ഫഹിയ ബാത്തിലത്തുൻ. ഏതൊരു ശരീഅത്താവട്ടെ, ലാ ഹഖീഖത ലഹാ, അതിന് ഹഖീഖത്തില്ലെങ്കിൽ, അതിൽ നന്മയില്ലെങ്കിൽ, അതിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന കാര്യങ്ങളില്ലെങ്കിൽ, ഫഹിയ ആത്തിലത്തുൻ, അത് കാലിയാണ്, അതിനെക്കൊണ്ടൊരു കാര്യമില്ല. അതേസമയം വക്കുല്ലു ഹഖീഖത്തിൻ, നമുക്ക് നിസ്കരിക്കാൻ അറിയാം, ഒരുപാട് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നതാണ്, ലാ ശരീഅത ലഹ, എന്നാൽ അതിൽ നമുക്ക് ഈമാൻ പൂർണ്ണമായ രൂപമല്ല, ഈമാൻ പൂർത്തിയായിട്ടില്ലെങ്കിൽ ഫഹിയ ബാത്തിലത്തുൻ, അതുകൊണ്ടൊരു കാര്യമില്ല. ബഹുവന്യരായ നമ്മുടെ ഉസ്താദ്, തളീക്കര ഉസ്താദ്, നമുക്ക് ഇവിടെ പഠിക്കാൻ വന്ന തുടക്കത്തിൽ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഈമാനിൻ്റെ, നമ്മുടെ ഇസ്ലാം കാര്യങ്ങളുടെ 3 പ്രധാന സംഭവങ്ങൾ എന്താണ്? ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുഅ്മിനായിരിക്കണം, മുസ്ലിമായിരിക്കണം, മുഹ്സിനായിരിക്കണം. അപ്പോൾ ഈമാനും ഇസ്ലാമും എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സിമ്പിളായിട്ട് ഉസ്താദ് ഒരു ഡെഫിനിഷൻ ഉസ്താദ് പറഞ്ഞു തന്നു. അൽ ഇഹ്സാനു മാ യുഹ്സിനുഹുമ. ഈമാൻ എന്താണ്? അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഇതാണ് ഈമാൻ. ഇസ്ലാം, വൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅന്ന മുഹമ്മദ് റസൂലുള്ള. അതുപോലെ നിസ്കാരം, നോമ്പ്, സ്വലാത്ത്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, 5 കാര്യങ്ങൾ. ഇതാണ് ഇസ്ലാം. ഇഹ്സാൻ എന്താണ്? ഇനി അന്ന് കാവനൂർ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞു, അൻ തഅബുദ റബ്ബക. ജിബ്രീൽ അലൈഹിസ്സലാമിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ സംഭവം. അപ്പോൾ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ കാണുന്നില്ലെങ്കിൽ പോലും ഇബാദത്ത് എടുക്കലാണ്. അപ്പോൾ ഈ ഇഹ്സാൻ എന്താണെന്ന് ചുരുക്കിയിട്ട് തളീക്കര ഉസ്താദ് എന്ന് പറഞ്ഞു തന്നത്, മാ യുഹ്സിനുഹുമ, ഈ ഈമാനിനെയും ഇസ്ലാമിനെയും നന്നാക്കുന്ന ഒന്ന്, അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഹ്സാൻ നമുക്ക് പൂർണ്ണമായി ഇല്ലെങ്കിൽ ഈമാനും ഇസ്ലാമും ഉറക്കുന്നില്ല, പൂർണ്ണമാകുന്നില്ല. അപ്പോൾ ഈ ഒരു ഇഹ്സാനിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരാളാണ് ശരിക്കും നമ്മുടെ ഷെയ്ഖ്, നമ്മുടെ ഉസ്താദ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശരീഅത്തിൽ പൂർണ്ണമായി സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും. നമുക്കറിയാം, കൂരിയാട് തേനു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാൻ സൂഫിയായിരുന്നു. അവരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഈ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസുകാരൊക്കെ ഈ മുട്ട് കാണുന്ന ട്രൗസർ ഇട്ട് നടക്കുന്ന കാലമാണ്. അന്ന് വടിയെടുത്ത് തല്ലുമായിരുന്നു പോലീസുകാരെ, ഔറത്ത് മറക്കടാന്ന് പറഞ്ഞിട്ട്. അതുപോലെ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ നിന്ന് ഇങ്ങനെ ഈ താമരശ്ശേരി വഴി ഇങ്ങനെ ചുരം കയറി വയനാടൻ കാടുകളിലേക്കും മൈസൂരിലേക്കും മാനന്തവാടിയും ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആ ഒരു അവരുടെ സയ്യാഹത്തിൻ്റെ കാലം, ആ ഒരു കാലഘട്ടത്തിൽ അവർ ഇങ്ങനെ ശറൈനെതിരായി ചെയ്യുന്ന ആളുകളെയൊക്കെ തല്ലിയ സംഭവങ്ങൾ. ഹോട്ടലിൽ കയറിയിട്ട് ഹോട്ടലിലുള്ള ആളോട് നിസ്കരിക്കണം, നിസ്കരിക്കാതെ ഒരു പണി ചെയ്തിട്ടും കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഉപദേശിച്ച സംഭവങ്ങൾ. അപ്പോൾ അവർക്ക് ശരീഅത്തിനോടുള്ള പ്രതിപത്തി കാമിലീങ്ങളായ കുമ്മലായ മശായിഖുമാരുടെ ഒരു പ്രധാന അടയാളത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഉസ്താദുമാരുടെ മശായിഖിൽപ്പെട്ട മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തല്ല, തിടുക്കാണ്, പെട്ടെന്ന് വുദു എടുക്കണം, അല്ലെങ്കിൽ ദായിമുൽ വുദു ആയിരിക്കും, പെട്ടെന്ന് നിസ്കരിക്കണം, എവിടെ മുസല്ല എവിടെ സ്ഥലം എവിടെ, അതാണ് അവരുടെ ചിന്ത. അപ്പോൾ ഇത് മഹാന്മാർ അവർ കാണിച്ചു തന്ന തർബിയത്തിൻ്റെ മശായിഖുമാരുടെ ഏറ്റവും വലിയൊരു അടയാളം, സിൻ അഖ്വാലഹു വഅഫ്ആലഹു അലാ മീസാനി ശരീഅ. അവരെ മനസ്സിലാക്കാനുള്ളൊരു പ്രധാന വഴി എന്താണ്? അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും ശരീഅത്തിൻ്റെ തുലാസിലിട്ട് അളക്കുക. അതേസമയം മജാദീബ് സക്കറാന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലുണ്ട്. അവരെ മജ്ദൂബ് എന്ന് പറയുന്നത്, മജ്നൂൻ എന്ന് പറയുന്നത് അദബുകേടായതുകൊണ്ടാണ്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, മജ്ദൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹബത്തിലായി അലിഞ്ഞ്, മഹബത്തിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. മഹുബ് എന്ന് പറയുന്നൊരു ഘട്ടമാണ്, വജ്ദ് എന്ന് പറയുന്നതൊരു ഘട്ടമാണ്, വസ്ല് എന്ന് പറയുന്നതൊരു ഘട്ടമാണ്. മഹാനായ ഖാജ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കാണാൻ പോയ സംഭവമുണ്ട്. അന്ന് മഹാനായ ഖാജ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് വജ്ദ് ഉണ്ടായിരുന്ന അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥകളിൽ പെട്ട ഒരവസ്ഥയാണ് വജ്ദ് എന്ന് പറയുന്നത്. ആ വജ്ദിൻ്റെ അവസ്ഥയിൽ മഹാനായ ഷെയ്ഖ് ജീലാനി വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു എന്നാ, വീടിങ്ങനെ കുലുങ്ങിയിട്ട്. അപ്പോൾ അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അള്ളാഹു അല്ലാത്ത ഒന്നും അവരുടെ കൽബിലുണ്ടാവുകയില്ല, അവരുടെ നോട്ടത്തിലുണ്ടാവുകയില്ല. അവർ പൂർണ്ണമായും ഇബാദത്തിൽ തന്നെയാണ്, പക്ഷേ ജനങ്ങൾക്കത് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. അതാണ് മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഒരു വലിയൊരു കാലം 40 വർഷത്തോളം ചുറ്റി നടന്നവരാണ്. വലിയൊരു കാലഘട്ടത്തിൽ ഒരിക്കൽ ജനങ്ങളൊന്നും മഹാനവർകൾ നിസ്കരിക്കുന്നത് കാണാത്തൊരവസ്ഥയിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, വഖാലു വയാ ഹാദ തറക്ത സ്വലാത്തക്ക. അവരെന്നോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ജീലാനി വലിയ ആളായിട്ട്, ഷെയ്ഖായിട്ട്, തങ്ങളായിട്ട്, സൂഫിയായിട്ട് നിസ്കരിക്കാതെ ഇങ്ങനെ നടക്കുന്നത്? വലം യഅലമു അന്നി ഉസല്ലി ബി മക്കത്തി, ഓരോ ദിവസവും 5 വഖ്ത് ഹറമിൽ നിന്നാണ് ഞാൻ നിസ്കരിക്കുന്നതെന്ന് അവർക്ക് അറിയുന്നില്ലല്ലോ. അവരുടെ അവസ്ഥ അതാണ്. കാരണം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മർത്തബ, സ്ഥാനം എത്രയാണ്. മാ യതഖറബു അബ്ദു ഇലയ്യ ബിൻ നവാഫിൽ, അഥവാ എൻ്റെ അബ്ദ് എന്നിലേക്ക് അടുക്കുന്നത് നവാഫിൽ കൊണ്ട്, സുന്നത്ത് കൊണ്ട് അടുത്തിട്ട് എന്തൊരവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്തും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നത്. ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ അബ്ദിൻ്റെ കൈ ഞാനാകും,
കണ്ണ് ഞാനാകും, വലിയതുല്ലതി യബ്തിഷുബിഹി, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. ആ ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ അള്ളാഹുവിനോടുള്ള ആ ഒരു വസ്ല്, വജിദ്, ഹവ, അവൻ അള്ളാഹുവിലേക്ക് അത്രയും അടുത്ത് കഴിയുന്ന സമയത്ത് ആ ഒരു വലിയ എന്തായി മാറുകയാണ്? ഒരു തീയും ഇരുമ്പും. ഇരുമ്പ് കുറേ സമയം തീയിലിട്ട് പഴുപ്പിച്ചാൽ എന്താവും? തീയാവോ? തീയാവൂല. പക്ഷെ തീയിൻ്റെ ഏകദേശം എല്ലാ പ്രോപ്പർട്ടീസും ആ ഇരുമ്പ് ഗോളത്തിന് കണ്ടാൽ തീ പോലെ തോന്നും. ഇതുപോലെയാണ് മശായിഖ്മാരുടെ അവസ്ഥ. അള്ളാഹുവിലേക്ക് അവരടുക്കുന്ന ആ ഒരവസ്ഥയിൽ അവർ ഈ ഒരു തീഗോളമായി മാറുകയാണ്. കണ്ടാൽ തീയാണെന്ന് വിചാരിക്കും, പക്ഷെ തീയല്ല. എന്നാൽ തീയിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നത്, ഞാനത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മഹാന്മാരി കണ്ട മുഅ്ജിസത്തുകളൊക്കെ കാണിച്ചത്, കറാമത്തുകളൊക്കെ കാണിച്ചത്, അമ്പിയാക്കൾ മുഅ്ജിസത്തുകളൊക്കെ കാണിച്ചത്, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് അദ്ദഅവ ഇലല്ലാഹ് എന്നുള്ളതാണ്. മനുഷ്യന്മാരെ ഹക്കിലേക്ക് എത്തിക്കുക, ദീനിലേക്ക് എത്തിക്കുക, അള്ളാഹു എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിക്കുക എന്നുള്ള നിലക്കാണ്. കാരണം തർബിയത്ത് എന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ശരിക്കും ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ജനങ്ങൾ ലലാലത്തിലായിരുന്ന, അന്ധകാരത്തിൽ മൂടിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ കിതാബിനെ പാരായണം ചെയ്യുകയും അവരെ തസ്കിയത്ത് ചെയ്യുകയും അവരെ നന്നാക്കുകയും, വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യുകയും നന്നാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സമ്മാനം എന്നുള്ള നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു തർബിയത്ത് എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയുള്ള മശായിഖുമാരോടാണ് നമ്മൾ സഹവസിക്കേണ്ടത്? നാം ഇത്രയും ശക്തമായി നമ്മുടെ ഉസ്താദുമാരോടൊപ്പം കൂടി നിൽക്കാനുള്ള കാരണം എന്താണ്? ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് തർബിയത്ത് ലഭിക്കുന്നുണ്ട്, നാം അറിയാതെ ലഭിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് നമ്മുടെ മശ്ഹദ് നന്നാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് മഹാന്മാരെ കറാമത്തുകൾ, ഒരുപാട് സംഭവങ്ങൾ കേൾക്കുക. അവർ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇന്ന ശൈഖിനെ വിളിച്ച ഉടനെ അവർക്ക് ഉത്തരം ലഭിച്ച സംഭവം, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. ഈ സംഭവങ്ങളൊക്കെ എന്താണ് ശരിക്കും? ഇത് ഈ ഒരു വസലിൻ്റെ കണക്ഷൻ്റെ ഡീപ്നെസ്സാണ്. അത് നമ്മൾ ആദ്യമേ നമ്മുടെ മശ്ഹദ് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണ് മശ്ഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മശ്ഹദ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാവരെയും നല്ലവരായി കാണുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക എന്നുള്ളത്. ഓരോ ദിവസവും നാം കിടന്നുറങ്ങുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യനോടും വെറുപ്പില്ലാത്തൊരവസ്ഥയിലാവാൻ നമുക്ക് കഴിയണം. ഒരാളോടും വെറുപ്പില്ലാതെ, ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്തൊരു കൽബുമായി ഒരു മനുഷ്യൻ ഓരോ ദിവസവും കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ മശ്ഹദ് ക്ലിയറാണ്. അവൻ്റെ നിലപാട്, അവൻ നിൽക്കുന്ന ആ ഒരു സ്ഥാനം ക്ലിയറാണ്. ഇതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ആദ്യ പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉസ്താദുമാരിൽ നിന്നുള്ള തർബിയത്ത് പൂർണ്ണമായി ലഭിക്കും. മശായിഖുമാർ അവരുമായി ബന്ധപ്പെടുന്ന എങ്ങനെ താജുല്ലമ പറയുന്നുണ്ട്, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകില്ല, അവരെ ദുആയും ബറക്കത്തും എത്തുമേ. ഈ ഒരു വരി ഞാൻ മൊഹീദ്ദീൻ മാലയിൽ കേട്ടതിന് ശേഷം ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഞാൻ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഫാത്തിഹ മുടക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തുമാറാവട്ടെ, അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരെ ബറക്കത്ത് കൊണ്ട് മാത്രമാണ് ആയിട്ടുള്ളത്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, ഞാൻ എന്നും ഒരൊറ്റ ദിവസവും ജീവിതത്തിൽ അവരെ പേരുള്ള ഫാത്തിഹ മുടക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വസ്ല് മശായിഖുമാർ, മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, അവരുമായിട്ടുള്ള ബന്ധം സാധ്യമാവുന്നത് എപ്പോഴാണ്? അവർ പറഞ്ഞ ഒരു റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ, അവർ പറഞ്ഞിടത്ത് നിൽക്കുമ്പോൾ. അദബു മഅല്ലാ, അദബു മഅൽ മശായിഖ്, അദബു മഅൽ കുത്തുബ്, ഓരോന്നും ഓരോ അദബുകളാണ്. അൻ തഖൂമ ഹൈസു അഖാമക്കല്ലാ, നമ്മളെ അള്ള നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക. ഇപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ അത് എന്നെ അള്ള നിർത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ നിൽക്കുക. അതുപോലെ ഉസ്താദുമാർ
നമ്മളോടൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയുക, ഇതെല്ലാമാണ് അള്ളാഹുവിനോടുള്ള അദബ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഒരു അദബ് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. തർബിയത്ത് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കാൻ ശുക്ർ, സുജൂദ് താഴേക്ക് പോകുന്ന സമയത്താണ് നിഅമത്തുകൾ അള്ളാഹുവിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. ഹക്കീം ഉസ്താദ് പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയുന്ന സംഭവമാണ്. ലോകത്ത് ഇത്രയധികം ഫസാദ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം സുജൂദ് കുറഞ്ഞു എന്നുള്ളതാണ്. ഉസ്താദ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം പറയാറുണ്ട്. ഇന്ത്യയിൽ ഇത്ര കോടി മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം ഇത്ര കോടി സുജൂദ് ആകാശത്തിലേക്ക് ഉയരണം, എന്നാലാണ് അതിനുള്ള ഒരു ലൈൻ ശക്കർത്തും വല അസീദന്നക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. യുദ്ധങ്ങൾ, പള്ളി പൊളിക്കലുകൾ, അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉസ്താദ് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു വ്യാപ്തി വിശാലമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രൂപത്തിൽ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ശുക്ർ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇത്താഅത്ത് ഉണ്ടാകുന്ന സമയത്താണ് ശരിക്കും ആ ഒരു വഴിപ്പെടൽ ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ഉസ്താദുമാരോടുള്ള, നമ്മുടെ മശായിഖുമാരോടുള്ള ആ ഒരു വഴിപ്പെടൽ പൂർണ്ണമാകുന്ന സമയത്താണ് നമ്മളിലുള്ള തർബിയത്ത്, അവരിൽ നിന്ന് നമ്മളിലേക്കുള്ള തർബിയത്ത് പൂർണ്ണമാവുന്നത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അലി ഉസ്താദൊക്കെ പറയാറുണ്ട്, ഒരുപാട് മക്കാമ് സിയാറത്ത് ചെയ്യുക എന്നുള്ളതല്ല, സ്ഥിരമായി സിയാറത്ത് ചെയ്യുന്ന ഒരു മക്കാമിലുള്ള ആ വലിയുമായി ബന്ധം സ്ഥാപിക്കുക, അവരുടെ മേലെന്നും ഫാത്തിഹ ഓതുക, അതിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പേരിൽ ഫാത്തിഹ ഓതുക, സലാം പറയുക. അതിൻ്റെ കൈഫിയത്തുകൾ നമ്മുടെ ഉസ്താദുമാരൊപ്പം നമ്മൾ സിയാറത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ഉസ്താദുമാർ കാണിച്ചു തരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് തർബിയത്ത്, മശായിഖന്മാരുടെ തർബിയത്ത് നമ്മളിൽ നിലനിൽക്കാനുള്ള കാരണം. അതില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഉസ്താദുമാരുമായിട്ടുള്ള ആ ഒരു ബന്ധവും വസലും കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഷെയ്ഖിൻ്റെ പ്രത്യേകതകൾ, നമ്മുടെ ഉസ്താദുമാരുടെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുന്ന 5 സംഭവങ്ങൾ, തർബിയത്തിൻ്റെ മശായിഖിൽ നമുക്ക് കാണാൻ കഴിയുന്ന 5 സംഭവങ്ങൾ. ഒന്ന്, ഇൽമുൻ സഹീഹുൻ, വളരെ പൂർണ്ണമായ ഇൽമ്. ദൗഖുൻ സരീഹുൻ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വ്യക്തമായ ബന്ധം സ്ഥാപിച്ച ആളുകളായിരിക്കും. 3, ഹിമ്മത്തുൻ ആലിയത്തുൻ, അങ്ങേയറ്റത്തെ സുദൃഢമായ മനസ്സായിരിക്കും, ഒന്നിനു മുന്നിലും പതറാത്ത മനസ്സായിരിക്കും. ഹാലത്തുൻ മർദിയത്തുൻ, വളരെ തൃപ്തികരമായ അവസ്ഥയായിരിക്കും അവരുടേത്, ആത്മീയമായ ജീവിതം. അതുപോലെ തന്നെ ബസീറത്തുൻ നാഫിദത്തുൻ, അവർക്ക് അവരുടെ മുരീദുമാരിൽ, ശിഷ്യന്മാരിലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ അതിന് പരിഹാരങ്ങൾ നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഉൾക്കാഴ്ച അവർക്കുണ്ടാകും. അവന് മശായിഖുമാരുടെ തർബിയത്തിൻ്റെ രൂപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ രൂപങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില മശായിഖുമാർ രസം കൊടുക്കലായിരിക്കും. രസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ചില ദർഗകളിലൊക്കെ പോയാൽ ഖവാലി, പാട്ടും ഇതൊക്കെ ആയിരിക്കും. കൂടുതൽ നമ്മൾ കാണുന്ന ആളുകളൊക്കെ കഞ്ചാവടിച്ച ആളുകളും കള്ളുകൂടിയന്മാരും, പല രൂപത്തിൽ അധാർമികമായി നമ്മൾ കാണുന്ന പല വിഷയങ്ങളും ആയിരിക്കും അവിടെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കുണ്ടാകുക. അത് നമ്മൾ പറയും, ചിലപ്പോൾ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ പറയും, അവിടെ ഫുള്ള് കഞ്ചാവടിയന്മാരാണ് എന്നറിയും. ചില മക്കാമിനെ കുറിച്ച് പറയുമ്പോൾ പറയും. ബാക്കി മുസാ പറയലുണ്ട്, ഈ ചരസ് എന്ന് പറഞ്ഞാൽ ഉറുദു മറ്റേ പഞ്ചാബിനാണ് പറയുക. ചരസികളായിരിക്കും ചില മക്കാമ് പോയാൽ കാര്യമായിട്ടുണ്ടാകുക. അപ്പോൾ ഇവരെ പണി എന്താണ്? ഇവരെ തർബിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വലിയൻ്റെ സംഭവം നമ്മൾ പലപ്പോഴും കേട്ട സംഭവമായിരിക്കും. അവർ എന്നും രാത്രിയിലൊരു വേശ്യപ്പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിൽക്കും പോലും. ചില ദിവസം ആ പെണ്ണിൻ്റെ ഭയങ്കരമായ ഒച്ചാർത്ത് അട്ടഹസിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയും പെണ്ണിൻ്റെ. അപ്പോൾ ഈ ആളുകളൊക്കെ ഈ ഒരു വലിയനെ പറ്റി വിലയിരുത്തിയിട്ടുള്ളത് ഇയാൾ വ്യഭിചാരിയാണ് എന്നും ഈ ഒരു മോശക്കാരിയായ പെണ്ണിൻ്റെ അടുത്ത് പോകുന്ന ആളാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ പെണ്ണിൻ്റെ അടുത്ത് വേറൊരു ആണും വരാതിരിക്കാൻ വേണ്ടി ഈ പെണ്ണിന് പൈസ കൊടുക്കാനാണ് ഈ വലിയവിടെ പോകുന്നത് എന്നും രാത്രിയിൽ. ആ പെണ്ണ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി. ഇനി എങ്ങാനും ഈ വലിയ അറിയാതെ ഈ പെണ്ണ് തെറ്റിലേക്ക് പോയി എന്നറിഞ്ഞാൽ അടിക്കുമ്പോൾ കരയുന്ന ശബ്ദമാണ് നാട്ടുകാർ കേട്ടിരുന്നത്. അപ്പോൾ അവരുടെ തർബിയത്തിൻ്റെ രൂപങ്ങൾ പല രൂപത്തിലാവും. രസം കൊടുക്കുന്നവരുണ്ടാവും, ഭക്ഷണം കൊടുത്തിട്ട് ആളുകളെ ഹിദായത്തിലേക്കും ദഅവത്തിലേക്കും
മുത്തനബി തങ്ങൾ ചോദിച്ചല്ലോ, ആദ്യമായ മുത്തനബി തങ്ങളുടെ ദഅവത്ത് സഫാ കുന്നിൻ്റെ മുകളിൽ 3 ദിവസം ഭക്ഷണം കൊടുത്തു. 3-ാമത്തെ ദിവസമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ സഫാ കുന്നിൻ്റെ പുറകിൽ നിന്നും, ഇത്രയും ചെറിയ സഫാ കുന്നിൻ്റെ പുറകിൽ നിന്നും ഒരു സൈന്യം, വലിയൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ വിശ്വസിക്കും. കാരണം നിങ്ങൾ അല്ലമീനല്ലേ, ഇത്രയും കാലം നിങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇത്രയും സത്യസന്ധതയോടുകൂടി ജീവിച്ച ആളല്ലേ, ഞങ്ങളെങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോഴാണ് മുത്തനബി തങ്ങൾ ആദ്യമായി ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങളോട് പറയുന്നത്. അന്ന് അബൂലഹബ് തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ദഅൗതന, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഈ തിരക്കിട്ട സമയത്ത് എന്ന് പറഞ്ഞിട്ട് അബൂലഹബ് മുത്തനബി തങ്ങളോട് ദേഷ്യപ്പെട്ട സംഭവമൊക്കെ അറിയാം. അപ്പോൾ ദഅവത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് 3 ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ജനങ്ങളെ ദഅവത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ചില മശായിഖുമാരുടെ ശൈലി ഭക്ഷണം കൊടുത്തിട്ടായിരിക്കും ജനങ്ങളെ സ്വലാഹിയത്തിലേക്ക് എത്തിക്കൽ. ബിദഅത്തിൻ്റെ അഹ്ലുകാർ നമ്മളെപ്പറ്റി പ്രധാനമായി പറയുന്ന സംഭവമാണ്, ഒരു കാര്യമായിട്ട് ഫുഡ് അടിക്കലാണ് പണിയെന്ന് പറയും. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഒരു പ്രധാന അടയാളമാണ് മുത്തനബി തങ്ങൾ പറയുന്നുണ്ട് തആം, ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്, അതിലൂടെ ജനങ്ങൾ ഖൈറിലേക്ക് എത്തുക എന്നുള്ളത്. മറ്റു ചിലർക്ക് പരിഗണന കൊടുക്കലായിരിക്കും മശായിഖുമാരുടെ തർബിയത്തിൻ്റെ മറ്റൊരു രൂപം. ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഒരാളെ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോൾ വിളിക്കും. ആ ആളുകളെ പരിഗണിച്ച് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്ത് അവരെ കൂടുതൽ ഇവരിലേക്ക് അടുപ്പിച്ച് ആ ഒരു പരിഗണനയിലൂടെ മാത്രം സ്വലാഹിയത്തിലേക്കും വിലായത്തിലേക്കും എത്തിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പരിഗണന എന്നുള്ളത് തർബിയത്തിനുള്ളൊരു പ്രധാന റൂട്ടായി മഹാന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇൽമു കൊടുക്കും. മഹാനായ ഖാജ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ അറിയാം, അവിടുന്ന് പുറത്ത് നാടിൽ നിന്ന് പുറത്ത് ഇന്ത്യയിലേക്ക് വന്നതാണല്ലോ. അപ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യമായി വരുമ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിലേക്കാണ് മഹാനവറുകൾ എത്തിയത്. ലാഹോർ വലിയ ആലിമീങ്ങളെ നാടാണ്. ഇൽമുൽ കലാമും മന്തിഖൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്യുകയും ഇൽമുമായി നന്നായി ബന്ധപ്പെടുകയും ചെയ്യുന്ന വലിയ ആലിമീങ്ങൾ ഉള്ള നാടായതുകൊണ്ട് തന്നെ മഹാനവറുകൾ അവിടെ നിന്നില്ല. കുഫർ കൊടികുത്തി വാഴുന്ന, ഒരു നിലക്കും ഇൽമില്ലാത്ത, പൂർണ്ണമായും ഇസ്ലാമിൻ്റെ ഒരു സന്ദേശവും എത്താത്ത അജയ്മേരു എന്ന് പറയുന്ന നാട്ടിലേക്കാണ്, അജ്മീർ ആയി മാറുന്ന ആ ഒരു നാട്ടിലേക്കാണ് മഹാനായ ഖാജ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വരുന്നത്. അപ്പോൾ ചില ആളുകൾ, ചില മശായിഖുമാരുടെ ശൈലി ഇൽമു കൊടുക്കലായിരിക്കും. അതാണ് അതിക്കയിൽ പറഞ്ഞത്. അവരങ്ങനെ ഇരുന്ന് തർബിയത്ത് ചെയ്യുന്ന രൂപം എന്തായിരിക്കും? ഇൽമു കൊടുക്കലാണ്. നമ്മുടെ ഉസ്താദുമാർ ചെയ്യുന്ന തർബിയത്തിൻ്റെ രൂപം എന്താണ്? അവരൊരു വയലിന് പോകുന്നില്ല, അല്ലെങ്കിൽ വേറൊരു പരിപാടിക്ക്, സ്റ്റേജ് പരിപാടിക്ക് പോകുന്നില്ല. അവർ പൂർണ്ണമായിട്ടും ഇൽമുമായി ബന്ധപ്പെടുക. അവർ ശരിക്കും നമുക്ക് ഇങ്ങോട്ട് ഖിദ്മത്ത് എടുക്കുകയാണ്. അവിടെ തന്നെ നമുക്ക് അവരിങ്ങനെ പഠിപ്പിച്ച് തരുന്ന ഓരോ പാഠങ്ങളുണ്ട്. ഒരിക്കലും ഇവിടെ നമ്മൾ വന്ന സമയത്ത് വെറുതെ സംസാരിക്കുന്നതിനിടയിൽ കാവനൂർ ഉസ്താദിനോട് ഒരിക്കലും ചോദിച്ചു, ഉസ്താദിന് എത്ര ഇവിടെ നിന്ന് ശമ്പളം കിട്ടുന്നതെന്ന് ചോദിച്ചു. ഉസ്താദ് എനിക്ക് 50,000 ഉറുപ്പ്യ ഇവിടെ കിട്ടുന്നുണ്ട് ശമ്പളം. അപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം. കിട്ടുന്നില്ല എന്ന് ഉറപ്പാണ്, നമുക്കറിയാം എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എനിക്കിവിടെ ഒരു കട്ടിൽ, ബെഡ്, ഒരു അലമാരി, കിതാബുകൾ മുഴുവൻ വെക്കാനുള്ള അലമാരി, എനിക്ക് മുത്താല ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കിതാബുകൾ, 3 നേരത്തെ ഭക്ഷണം, അതിന് പുറമെ ചായ, കടി, അങ്ങനെ തുടങ്ങി ഉസ്താദ് ഇവിടെ കിട്ടുന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. ഏതൊരു മനുഷ്യനും സാധാരണ നമുക്കെല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ ആ ഒരു തെതുക്കീർ, ഉസ്താദിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, എന്നൊരു ഉസ്താദ് പറയുകയാണ്, എനിക്ക് 50,000 ഉറുപ്പ്യാണ് ഇവിടുത്തെ ശമ്പളം, അത് മൊത്തം, എന്നിട്ട് അതിന് പുറമേ എനിക്ക് ശമ്പളം. അപ്പോൾ ചില വാക്കുകൾ നമ്മളെ തർബിയത്ത് ചെയ്യുന്ന രൂപമാണ് തെദ്ക്കീർ. ഉസ്താദ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇഖ്നാ, അതിൽ നിന്ന് നമ്മൾ ചെറുപ്പം മുതൽ ഫത്ഹുൽ ഖയ്യൂം പോകുന്ന സമയത്ത് വഖ്നാ ബി മൽബൂസിൻ വാദന കൂത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഖനാഅത്ത് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഓതിയാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ ഈ ജീവിതം കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുക. ഖനാഅത്ത് എന്നുള്ള സംഭവം എന്താണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് അതിക്കയിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഈ ഒരു റൂട്ടിലേക്ക്, തരീഖത്ത് എന്നുള്ള ആ ഒരു റൂട്ടിലേക്ക് എത്താനുള്ള വഴികൾ, വമിൻഹ അത്തവക്കുലു, വമിൻഹ അസ്സദഖത്തു, വമിൻഹ അൽ വറഉ, വമിൻഹ വിമിൻഹ എന്ന് പറഞ്ഞിട്ട് ഓരോ വരികൾ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് അതിക്കയിൽ. അപ്പോൾ അതിൽ പറയുന്നൊരു പ്രധാന ഭാഗമാണ്
ആഡംബരം ഇല്ലാതിരിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു തർബിയത്തിൻ്റെ റൂട്ടാണ്. ഇനി മറ്റു ചിലർ ദിക്റ് കൊടുക്കും. ദിക്റ് കൊടുക്കുന്ന മശായിഖന്മാരുണ്ടാകും. റിയാളകൾ വീടാൻ നിർദ്ദേശിക്കുന്ന മശായിഖന്മാരുണ്ടാകും. റിയാള എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാളയുടെ അർത്ഥം എന്താണ്? എക്സസൈസാണ്. എക്സസൈസ് അല്ലേ? റിയാള എന്ന് പറഞ്ഞപ്പോൾ ഇൻറ്റൻസീവ് എക്സസൈസുകൾ, അതിതീവ്ര പരിശീലനങ്ങളാണ് നൽകുക. മഹാനായ ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഷെയ്ഖാരാണ് ഷംസെ തബ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഒരു മുജാഹദയുടെ രൂപം, റിയാളയുടെ രൂപമായിരുന്നു രാത്രി ഇബാദത്തെടുത്ത് ഇങ്ങനെ ക്ഷീണിച്ച് കിടന്നുറങ്ങാൻ സമ്മതിക്കൂല. ഇവിടെ ശൂലം വെച്ചിട്ടുണ്ടാവും, താടിയുടെ താഴെ ശൂലം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങാനും ഉറങ്ങിപ്പോയാൽ ശൂലം കുത്തി തറക്കും. അപ്പോൾ രാത്രി ഒരു നിലക്ക് ഉറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള റിയാളകൾ. പുലി മൊയ്തീൻ സാഹിബ്, മഹാനായ മടവൂർ ഷെയ്ഖുന ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവർകളെ തർബിയത്ത് ചെയ്ത രൂപം എന്തായിരുന്നു? 10 ദിവസമൊക്കെ പട്ടിണി കിടും. 10 ദിവസം പട്ടിണി കിട്ടാൻ പോരാ, റൂമിലിട്ട് അടച്ച് ഇടുകയാണെങ്കിൽ പ്രശ്നമല്ല. 10 ദിവസം പട്ടിണി കിട്ട്, 10 ദിവസത്തിലൊരിക്കൽ ചിലപ്പോൾ ഒരു ആപ്പിൾ കൊടുക്കും, ഒരു മൂടി, ഇത് നമ്മളെ ബോട്ടിലിൻ്റെ മൂടിയിൽ വെള്ളം കൊടുക്കും. മറ്റേ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൊടുക്കും. എന്നിട്ട് മൂപ്പനെ ആരെ വിളിക്കും? ഉമ്മർ മൂപ്പനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂപ്പന്മാരെ പുലി മൊയ്തീൻ സാഹിബ് വിളിച്ചിട്ട് പറയും, ബോംബെ ഹോട്ടലിൽ നിന്ന് മീൻ ബിരിയാണി, അയക്കുറ ബിരിയാണി കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അതിൻ്റെ ഓരോ മുമ്പിലിരുന്നിട്ട് ആ നല്ല മണടിക്കുന്ന നല്ല ടേസ്റ്റുള്ള ആ ഒരു ബിരിയാണി അവരെ മുമ്പിലിരുന്ന് കഴിക്കും. എന്നിട്ട് പറയും, ഓ മൂപ്പ, എന്തൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ഈ മടവൂർ ശൈഖുന ഈ ഒരു പട്ടിണിയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ഇതാണ് റിയാളകൾ, ശക്തമായ റിയാളകൾ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഖലീഫയായിരുന്നു, മുരീദായിരുന്നു അഹമ്മദ് ബിൻ അലവാൻ തങ്ങൾ. അവരോട് മുജാഹദക്ക് നിർദ്ദേശിച്ചിരുന്ന രീതി എന്തായിരുന്നു? ഒരു ഗ്ലാസ് വെള്ളം, അതിലൊരു അര ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ആ ഗ്ലാസ്സിൽ പകുതി ഉപ്പും പകുതി മുളകും മിക്സാക്കും. എന്നിട്ട് രാത്രി ഇബാദത്തിൽ എന്തെങ്കിലും ഒരു ഉറക്കോ എന്തെങ്കിലും സംഭവം വരുന്ന സമയത്ത് അത് കുറേശ്ശെ സുർമ ഇടുന്ന പോലെ കണ്ണിനിട്ട് കൊടുക്കാൻ പറയും. നിർദ്ദേശമാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ ഉറക്കം വരില്ല. അപ്പോൾ ഈ രൂപത്തിൽ റിയാദകൾ വിടുക. റിയാദ എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ മലയാളത്തിലെ ഉസ്താദുമാരൊക്കെ ഉപയോഗിച്ച് വരുന്ന പദം ഉരുക്കഴിക്കുക എന്നുള്ളതാണ്. ഉരുക്കഴിക്കുക അത് ചിലപ്പോൾ 1 കോടി ദിക്റുകൾ ചൊല്ലി തീർക്കാനായിരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ. 11 ദിവസം കൊണ്ട് 1 കോടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കാൻ എങ്ങനെ നമുക്ക് കഴിയും? അപ്പോൾ ഇതിനൊക്കെയുള്ള പരിശീലനങ്ങളാണ് ശരിക്കും നമ്മുടെ ഉസ്താദുമാർ കിതാബ് ഓതി സമയത്ത്, അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ ലീവ് തന്ന് വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയൊക്കെ തരുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ ചെറിയ നിലക്ക് നമ്മൾ അത് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സുബഹിക്ക് ശേഷം വെള്ളിയാഴ്ച, എനിക്ക് ഇപ്പോഴുള്ള എന്താണെന്നറിയില്ല, ഇർദുൽ ലത്തീഫ് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. അതുപോലെ വെള്ളിയാഴ്ച രാവുകളിലുള്ള ദിക്ർ, സ്വലാത്ത്, മജ്ലിസുകൾ, അവിടെയൊക്കെ നമ്മളുടെ ഖൽബ് ഹുളൂറോടുകൂടി നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതൊക്കെ ശരിക്കും നമുക്ക് ജീവിതത്തിലുള്ള ഒരു തർക്കിയത്ത്, ഒരു ഉയർച്ചയിലേക്കുള്ള മാർഗങ്ങളായിട്ട് ഉസ്താദുമാർ ചെറിയ ചെറിയ നിലക്ക് വെച്ചതാണ്. നമ്മൾ വെള്ളിയാഴ്ച രാവിലൂടെ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ലംഹത്തിൻ വനഫസ് അദദ മാ വസിഅഹു ഇൽമുല്ലാഹ്, അല്ലാഹ് 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 എന്നുള്ളത് മഹാനായ മുഹമ്മദ് മാലിക്കി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഷെയ്ഖുനാക്ക് കൊടുത്തതാണ്. ഷെയ്ഖുന ഉസ്താദിനോട് ഇവിടെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. മുഹമ്മദ് മാലിക്കി തങ്ങൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ഇജാസത്ത് കൊടുത്ത സ്വലാത്താണത്. ചൊല്ലാൻ വേണ്ടി ഇജാസത്ത് കൊടുത്ത സ്വലാത്താണ്. അപ്പോൾ ഏത് നിലക്കൊക്കെയാണ് നമുക്ക് ഒരു വസലുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മശായിഖുമാർ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ദിക്റുകളും ഓരോ സ്വലാത്തുകളും നമുക്ക് തരുന്ന ഓരോ വിറുതുകളും. ഏറ്റവും പ്രധാനമായി നമ്മുടെ പഠനം, നമ്മുടെ ഇൽമുമായുള്ള ഈ ബന്ധപ്പെടലൊക്കെ, അതിൻ്റെയൊക്കെ ആഴം എത്രയാണ്, അള്ളാഹുവിലേക്ക് നമുക്ക് എത്താനുള്ള എളുപ്പ വഴികൾ എന്നുള്ള നിലക്ക് ഉസ്താദുമാർ സംവിധാനിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ
ഇതിലൊക്കെ ഈ ഒരു തർബിയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവം, ഈ മശായിഖന്മാരൊക്കെ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈസാറുൽ ഗൈരി അലാ നഫ്സിഹി, ബാക്കിയുള്ളവരെ അവരെക്കാളേറെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു സ്വഹാബിക്ക് മരിക്കാൻ കിടക്കുന്ന ആ സമയത്ത് വഫാത്തിൻ്റെ വേളയിൽ യുദ്ധം കഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞ് അപ്പുറത്തുള്ള ആൾ കൊടുക്ക്, മൂപ്പരാണ് അഹ്വജു മിന്നി, എന്നെക്കാളും ആവശ്യക്കാരൻ. അങ്ങനെ പോയി 6 ആളുടെ അടുത്ത് കറങ്ങി വന്നപ്പോഴേക്കും ആദ്യത്തെ ആൾ വഫാത്തായി, രണ്ടാമത്തേലേക്ക് പോയപ്പോഴേക്കും രണ്ടാമത്തെ ആളും വഫാത്തായി, എല്ലാവരും ഷഹീദായി. അപ്പോൾ ആ ഒരു വേളയിൽ പോലും അവർ ചിന്തിക്കുന്ന എന്താണ്? വേറൊരാൾക്ക് എന്നുള്ളതാണ്. അന എന്നുള്ള അഹം എന്നുള്ള സംഭവം, അഹം ഭാവം, അനാനീയത്ത്, ഞാൻ എന്നുള്ള ഭാവം അവരൊഴിവാക്കി. അപ്പോൾ തർബിയത്തിൽ മശായിഖുമാർ പ്രധാനമായി സൂക്ഷിച്ചിരുന്ന ഒരു രൂപമാണ് മനുഷ്യന്മാരെ ഹെഡ് വെയ്റ്റ് കുറക്കുക എന്നുള്ളത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നമ്മൾ മുമ്പ് പറഞ്ഞു, അവരുടെ പെങ്ങളുടെ മകനാണ് അവരുടെ ഖലീഫയായിരുന്ന സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ. രണ്ടാളുടെയും മസാർ ഒന്നിച്ച് ബഗ്ദാദിൽ ഷൂനീസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാളുടെയും മസാർ ഒന്നിച്ചാണ്. അത്രയും അടുത്ത ശിഷ്യനാണ്, പെങ്ങളുടെ മകനാണ്, എന്നാൽ വലിയ സ്ഥാനം എത്തിച്ച വലിയ മഹാന്മാരാണ്. അപ്പോൾ ഇവർ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഇതിനോട് ഈ പെങ്ങളെ മകൻ വന്നിട്ട് എനിക്കും ഉള്ള തരീഖത്ത് വേണം, എനിക്കും ഇങ്ങനെ ആത്മീയമായിട്ട് ഉയരണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അത്യാവശ്യം നാട്ടിൽ നല്ല പേരും പെരുമയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ മൂപ്പരോട് പോയി പറഞ്ഞ് നിങ്ങൾ ബഗ്ദാദിൻ്റെ തെരുവുകളിലൂടെ ഉപ്പ് കച്ചവടം ചെയ്യാൻ പറഞ്ഞു. അന്നത്തെ ബഗ്ദാദിലെ ഏറ്റവും താണ ജോലിയാണ്, ഏറ്റവും താണ ബിസിനസ്സാണ് ഉപ്പ് കച്ചവടം. അപ്പോൾ 1 കൊല്ലം ഉപ്പ് കച്ചവടം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 1 കൊല്ലം ഉപ്പ് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. 1 കൊല്ലം മൊത്തം ഉപ്പ് കച്ചവടം ചെയ്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ 1 കൊല്ലം മൊത്തം ഉപ്പ് കച്ചവടം ചെയ്തു, ഇനി നിങ്ങൾ തരീന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോരാ, ഇനി 1 കൊല്ലം മൊത്തം ബഗ്ദാദിൻ്റെ തെരുവുകളിലൂടെ ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു നടക്കണം, ഒന്നുമില്ലാത്തവനെ പോലെ അലഞ്ഞു നടക്കണം. ആ ഒരവസ്ഥയിൽ 1 വർഷം അവർ കഴിച്ചു കൂട്ടി. ഇങ്ങനെ ഈ 2 കൊല്ലത്തെ മുജാഹദ, ശക്തമായ ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷമാണ് തരീഖത്ത് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷമുള്ള സംഭവമല്ല ഈ പറയുന്നത്. നമ്മൾ ഈ കരാട്ടയും കുംഫൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാവില്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ അടി ഉണ്ടാക്കാനാണ് പോകണത്. പക്ഷേ ഏകദേശം ഒരു 6-7 മാസം ഫുൾ എക്സസൈസ് ആയിരിക്കും. അപ്പോൾ തന്നെ ഏകദേശം ചടക്കണവർക്കൊക്കെ ചടച്ച് നിർത്തി പോയിട്ടുണ്ടാവും. ഫൈറ്റിങ്ങൊക്കെ പിന്നാണല്ലോ തുടങ്ങൽ. അതുപോലെ തരീഖത്ത് കൊടുക്കുന്നതിന് മുമ്പുള്ള മുജാഹദ തസ്കിയത്തിൻ്റെ തർബിയത്തിൻ്റെ രൂപങ്ങളാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഉസ്താദുമാർ മശായിഖുമാർ നമ്മളെ തർബിയത്ത് ചെയ്യുന്ന ഓരോ രൂപങ്ങളാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഉസ്താദുമാർ മശായിഖുമാർ നമ്മളെ തർബിയത്ത് ചെയ്യുന്ന രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ചിലർ ഡയറക്റ്റ് ഒറ്റയടിക്ക് ചെയ്യുന്നതുണ്ടാവും. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. അവരെന്താക്കി മാറ്റി? അബ്ദാലന്മാരാക്കി. ഒറ്റ നിമിഷം കൊണ്ടാണ്. അവിടെ അവർക്ക് എന്താണ് കൊടുത്തത്? ദിക്ർ കൊടുത്തതല്ല, അവർക്ക് ഫിക്റാണ് കൊടുത്തത്. ഒരു നിമിഷത്തെ ഒരു ചിന്തയാണ് അവർക്ക് ഇട്ടുകൊടുത്തത്. ഫിക്റു സായത്തിൻ ഖൈറും മിൻ ഇബാദത്തി അൽഫി സനത്തിൻ ഹദീസാണ്. ഒരു നിമിഷത്തെ അള്ളാഹ് എന്നുള്ള ചിന്ത. മഹാനായ CP ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയാറുണ്ടായിരുന്നു, അള്ളാഹിനെ അറിഞ്ഞുകൊണ്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അത് ഭൂമിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിലായി. അപ്പോൾ ഈ ഒരു ഫിക്ർ, ഒരു നിമിഷം അവർക്ക് എന്താണ് ഉണ്ടായത്? ഉമ്മ നുണ പറയരുത് എന്ന് ഈ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി അങ്ങനെ തന്നെ അത് പാലിച്ചു. ഇത്രയും അപകടകരമായ ഒരു ഘട്ടമായിട്ട് പോലും, ഇനിയൊന്നും കയ്യിലുണ്ടാവില്ല എന്ന് ഉറപ്പായിട്ട് പോലും ആ കുട്ടി പറയുകയാണ്, ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉമ്മ ആ കുട്ടി കള്ളന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തെ ചിന്ത അവരെ മാറ്റത്തിലേക്ക് നയിക്കുകയാണ്. അവിടെ മഹാനായ ഗൗസുൽ ആദം തങ്ങൾ വലിയൊരു മർത്തബയിൽ ഷെയ്ഖായി നടക്കുന്ന ആളല്ല, ചെറിയൊരാളാണ് അവരുടെ കാഴ്ചയിൽ. പക്ഷേ ആ ഒരൊറ്റ പറച്ചിൽ കൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ആ ഒരു ഫിക്ർ, ആ നിമിഷത്തെ ആ ഒരു ചിന്ത കൊണ്ട് അവർ എത്തിയ പദവി എന്താണ്? അബ്ദാലന്മാർ. ഔലിയാക്കളുടെ വലിയൊരു പദവിയാണ് അബ്ദാലന്മാർ എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരെത്തി. അപ്പോൾ ഈ രൂപത്തിൽ മശായിഖന്മാരുടെ തർബിയത്തിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. ഇതിന് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി അവസാനത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തത്തെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മളെ തർബിയത്ത് നമുക്ക് വേണോ വേണ്ടേ എന്നുള്ള നമുക്ക് മനസ്സിലാകണ്ടേ. ഏതൊരവസ്ഥയിലാണ് ഞാനുള്ളത്,
മഞ്ഞപ്പിത്തമുള്ള ആൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ക്യാൻസറുള്ള ആൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് എന്താണ് അസുഖം, അതിനുള്ള പറ്റിയ ആൾ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അസുഖങ്ങൾ നാം മനസ്സിലാക്കണം. അതിനാണ് മുഹാസബത്ത് എന്നുള്ള സംഭവം ശൈഖന്മാർ വെച്ചിട്ടുള്ളത്. ഹസിബു ഖബ്ലാൻ തുഹാസബു. ശൈഖന്മാരുടെ പ്രധാനപ്പെട്ട ഈ മുഷാഹദ, മുറാഖബ എന്നൊക്കെ പറയുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്, അവർ ചെയ്തു വരുന്ന സംഭവങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു സംഭവമാണ് മുഹാസബ. അവർ സ്വന്തത്തിലേക്ക് ഇങ്ങനെ നോക്കും. ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ സൈക്കോളജിയിൽ പറയുന്ന സംഭവം. സ്വന്തത്തിലേക്ക് അവർ നോക്കിയിട്ട് അവർ മനസ്സിലാക്കും എൻ്റെ ഇപ്പോൾ ഉള്ള നില എന്താണ്. നമ്മൾ ഓരോരുത്തരും നോക്കി മനസ്സിലാക്കി ചിന്തിച്ചെടുക്കേണ്ട സംഭവമാണ്. മുതഅല്ലിമീങ്ങൾക്ക് മരണത്തെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല. ഇൽമുമായി ശുഗലാവും. ഇൽമുമായി ശുഗലായിക്കൊണ്ടേയിരിക്കേണ്ട സമയമാണ്. അതിനെപ്പറ്റിയുള്ള ഫിക്റിനേക്കാളും എത്രയോ മെച്ചമേറിയ മഹത്വമേറിയതാണ് ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളത്. ഔലാമ ഉംഫിഖത്ത് ഇലൈഹി നഫായിസുൽ ഔഖാത്ത്. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇൽമിനാണ്. എന്നാൽ ഈ കിടക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സംഭവമാണ് എൻ്റെ അവസ്ഥ, ഇപ്പം നിലവിലുള്ള എൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്. മെഷർമെൻറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നടത്തേണ്ട സംഭവമാണ്. അപ്പോൾ നമ്മളുടെ നഫ്സിൻ്റെ 7 ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ആദ്യം സിമ്പിളായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത്, മുത്മഇന്നത്ത്, റാദിയ, മർലിയ, കാമില. ഇതാണ് പൂർണ്ണമായ ഈ ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അമ്മാറത്ത് എന്നുള്ളത് മനുഷ്യന്മാർ കടന്നു പോകുന്ന ഒരു അലമുൽ ഹയവാൻ എന്ന് പറയുന്ന മനുഷ്യൻ, സാധാ മൃഗങ്ങളുടെ ഒരവസ്ഥയിലുള്ള മനുഷ്യന്മാരൊക്കെ എന്താണ്, നമ്മളൊക്കെ മൃഗങ്ങളാണല്ലോ. വികാരവും വിചാരമുള്ള മൃഗങ്ങളെയാണ് മനുഷ്യന്മാർ എന്ന് പറയുക. ഹയവാൻ നാത്തിഖ്, അതല്ലേ മനുഷ്യൻ. അപ്പോൾ ഈ ഒരു മനുഷ്യൻ അതിൽ നിന്ന് മുകളിലേക്ക് ഉയരണം. അപ്പോൾ അമ്മാറത്തിലുള്ള മനുഷ്യനാണ് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ. അമ്മാറത്ത് എന്നാണ് പറഞ്ഞ്, ആമിറത്ത് എന്നല്ല. അമ്മാറത്തും ബിസൂ. നഫ്സ് ഇങ്ങനെ നമ്മളെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ശൈത്താനേക്കാളും 70 ഇരട്ടി പവറുണ്ട് എന്നാണ് മനുഷ്യൻ്റെ നഫ്സിന്. അത്രയും നമ്മളെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, റമദാനല്ല, ശൈത്താനെ കെട്ടിയിടുന്ന സമയമാണല്ലോ. എന്നാലും നമുക്ക് തെറ്റിലേക്ക് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നഫ്സിന് അതിലേറെ പവറുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അമ്മാറത്തും ബിസൂ ആണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നന്നാവണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ഘട്ടം, മുൽഹിമത്ത് എന്ന് പറയുന്നത്. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നുക. നമ്മളെ മനസ്സിൽ തോന്നുകയാണ് എനിക്കെന്തോ പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ നന്നാവണം എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യൻ്റെ നേരെ ലെവൽ മുകളിലേക്ക് പൊന്തുകയാണ് മുൽഹിമത്ത്. ലവ്വാമത്ത്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ലവ്വാമത്താണ്. എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. ലൗമ് എന്ന് പറഞ്ഞാൽ ആക്ഷേപം. അവർ സ്വന്തമായി അവൻ്റെ സ്വന്തത്തെ നഫ്സിനെ അവൻ ആക്ഷേപിക്കുകയാണ്. എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്നുള്ള ആ ഒരു ചിന്തയിൽ ആ മനുഷ്യൻ്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഘട്ടം ഉയർന്നു, ലവ്വാമത്ത് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് മുൽഹിമത്ത്, അവന് തോന്നുകയാണ് നന്മകൾ ചെയ്യണം. അങ്ങനെ നന്മകൾ ചെയ്യാൻ തുടങ്ങുന്നു. അവൻ ഓതി പഠിച്ച സംഭവങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. താനാളൊരു അബ്ദു ഉസ്താദ് നമ്മളെ മുഷാവറങ്ങളിൽപ്പെട്ടവരാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് പറയൽ പഠിക്കുന്ന സമയത്ത്, ഉസ്താദ് പഠിക്കുന്ന കാലത്ത് പഠിച്ചതാണ് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. ബിദായത്തുൽ ഹിദായയിൽ പഠിച്ചപ്പോൾ അന്ന് മുതൽ പിന്നെ ജീവിതത്തിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടില്ല. ആര് വന്നിട്ടും കാര്യമില്ല, എത്ര വലിയ ആൾ വന്നിട്ടും കാര്യമില്ല, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സംസാരിക്കൂല. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അങ്ങനെയായിരുന്നു, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സംസാരിക്കൂല. എനിക്ക് തോന്നുന്നത് ഉസ്താദ് മഗ്രിബിന് ശേഷം പിന്നെ സംസാരമേ ഇല്ലാന്ന് തോന്നുന്നു. രണ്ടാലും ഒരു സംശയമാണ്. അപ്പോൾ എന്തായാലും ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളത് സ്വാലിഹീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അവരത് പഠിച്ചു, അതോടുകൂടി അത് അമലാക്കി മാറ്റി. അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, ഓരോ റവാത്തിബുകൾ എന്തിനു വേണ്ടിയാണ്? റക്അത്തൈ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ. സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവിലുള്ള മുഴുവൻ ഖൈറുകളെക്കാളും, മുഴുവൻ കാര്യങ്ങളെക്കാളും ഖൈറാണ്, ദുനിയാവിനേക്കാളും ഖൈറാണ്. അതിലുള്ള മുഴുവൻ കാര്യങ്ങളും ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹബീബ് ഉമർ തങ്ങളുടെയൊക്കെ മശായിഖിൽപ്പെട്ട, മാലിക്കി തങ്ങളുടെയൊക്കെ മശായിഖിൽപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹദ്ദാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇതിൻ്റെ വിശദീകരണം. അഥവാ ദുനിയാവിൽ നമുക്ക് ചെലവഴിക്കാൻ കിട്ടിയ മുഴുവൻ സമ്പത്തും ഹലാലാണ്. ഈ ഹലാലായ സമ്പത്ത് കൊണ്ട് നമ്മൾ ചെലവഴിച്ചത് മുഴുവൻ ഹലാലിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ പോലും ഇതിനേക്കാളും ഖൈറാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ.
എന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾക്കും നമ്മളെ ഈ ആനത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ ഉസ്താമാർ പറഞ്ഞിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. ഉസ്താമാർ നമുക്ക് ലൈസൻസ് തരുകയും ചെയ്യുക. ഇത് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് നോക്കണം എന്നുള്ളതാണ്. ഈ ആനത്ത് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് നോക്കുക. തർശീഹ് ഫുള്ള് നോക്കണം എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയൂല. അത് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ നമുക്കൊരു ഉസ്താദ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ നിഅമത്ത്. നൂറാനി എന്ന് പറയുന്ന 7 കൊല്ലത്തെ സനത് തരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി എന്നല്ല, ഇനി മുതൽ നിങ്ങൾക്ക് സ്വന്തം നോക്കി തുടങ്ങാം എന്നുള്ളതാണ്. ഇതുവരെ നോക്കാൻ ഞങ്ങളുണ്ടായിരുന്നു, പറഞ്ഞു തരാൻ ഞങ്ങളുണ്ടായിരുന്നു, ഇനി നിങ്ങൾ സ്വന്തം നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ എന്തൊരവസ്ഥയിലെത്തുന്നു, നന്നാവണം എന്നുള്ള ചിന്തയിലേക്ക് എത്തുമ്പോൾ, ഇങ്ങനെ ചെറിയ ചെറിയ സാലിഹായ അമലുകൾ ചെയ്തു തുടങ്ങുമ്പോൾ അമ്മാറത്തിൽ നിന്ന് ഉയർന്ന് ലവ്വാമത്തിൽ നിന്ന് ഉയർന്ന് മുൽഹിമത്തിലേക്ക് എത്തുന്നു. ഈ ഒരു ദിക്റിലും ഈ ഒരു ഇൽമിലുമായി ബന്ധപ്പെട്ട് മനസ്സിന് ശാന്തത വരുന്നൊരവസ്ഥയാണ് മുത്മഇന്നത്ത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥ മുത്മഇന്നത്തായിട്ടുള്ള അവസ്ഥയിൽ എന്താണ്, അവർ പൂർണ്ണമായി മനസ്സിന് ശാന്തത വരും. എന്ത് പ്രയാസം ഉണ്ടാകുന്ന സമയത്തും മനസ്സിന് ഒരു പ്രയാസമില്ലാത്തൊരവസ്ഥ വരും. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ലഖദ് ലാഖത്ത് അലയ്യൽ അർദു ബിമാ റഹബത്ത്. ഭൂമി എത്രയോ വിശാലമായ സമയത്ത് തന്നെ നമുക്ക് എൻ്റെ മേൽ ഭൂമി ഇടുക്കമായി പോയല്ലോ റബ്ബേ എന്ന അവസാന നിമിഷത്തിൽ അവർ ദ്വാരക്കുന്നുണ്ട്. എന്നിട്ട് അവർ അള്ളാഹുവിനോട് എന്നെ പെട്ടെന്ന് വഫാത്താക്കണം എന്ന് പറഞ്ഞ് ദ്വാ ചെയ്ത് അപ്പം തന്നെ അവർ വഫാത്താകുകയും ചെയ്തു. അപ്പോൾ ഭൂമി എങ്ങനെയാണ്, വിശാലമായ ഭൂമി എങ്ങനെ നമുക്ക് ഇടുങ്ങൽ? അതിന് ആന ഇറങ്ങിയാൽ മതി. ആന മത പൊട്ടിയിട്ട് ഇളകിയാൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, ഓടിയാൽ എത്തൂല. അപ്പോൾ അങ്ങനെയാണ് ഭൂമി വിശാലമാകൽ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും വിഷയമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളെ കൽബിൽ തുമഅനീനത്ത് വരുന്നത്. തുമഅനീനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരവസ്ഥയിൽ മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അവൻ ഒരു പടി കൂടി മുകളിലേക്ക് ഉയരും, റാളിയ എന്നുള്ള അവസ്ഥയിലെത്തും. റാളിയ എന്ന് പറയുന്ന അവസ്ഥ തൃപ്തിയുള്ള അവസ്ഥയാണ്. ഡോക്ടർ വന്ന് പറയുകയാണ്, നിങ്ങളോടിപ്പോൾ അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾക്ക് ക്യാൻസറാണ്, ഇത്രാം സ്റ്റേജിലാണ് ഞങ്ങളുള്ളത്, ഒരു കൂടി വന്നാൽ നിങ്ങൾക്ക് ഒരു 100 ദിവസമാണ് ഞങ്ങൾ പറയുന്നത്, പ്രശ്നമല്ല, പടച്ചോൻ തന്നതാണ്. അപ്പോൾ റിള എന്ന് പറയുന്നൊരവസ്ഥ എന്താണ്, മനുഷ്യൻ റാളിയ എന്ന് പറയുന്ന അവസ്ഥ, പൂർണ്ണമായ തൃപ്തി. പടച്ചോൻ തന്നു, പ്രശ്നമല്ല, റിള, ആ ഒരു തൃപ്തിയിൽ എത്തുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ഈ മനുഷ്യൻ തുടരുന്ന സമയത്ത് അവൻ മർലിയത്ത് എന്നുള്ള ഘട്ടത്തിലേക്ക് കടക്കും. മർലിയത്ത് പറഞ്ഞാൽ അവരെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവർ. സ്വഹാബികളെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ടും തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടു, അങ്ങനെയുള്ളൊരു വിഭാഗം. അപ്പോൾ ഈ മർലിയത്ത് എന്നുള്ള ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു. ആ ഒരവസ്ഥയിൽ ഇനി അവർക്ക് എന്ത് കൊടുത്താലും പ്രശ്നമല്ല. ആ ഒരവസ്ഥയിലാണ് അവർ പറയുന്നത്, എന്ത്, എനിക്ക് സ്വർഗം കിട്ടിയാലും പ്രശ്നമല്ല, നരകമായാലും പ്രശ്നമല്ല, എനിക്കതൊന്നുമല്ല, എൻ്റെ കൺസേണേ അതല്ല, എനിക്ക് അള്ളാഹനെ വേണം, അള്ളാഹിൻ്റെ തൃപ്തിയാണ് ആവശ്യം എന്നുള്ളൊരവസ്ഥയിലേക്ക് മഹാന്മാരെത്തുന്ന ഈ ഒരു ഘട്ടത്തിലാണ്. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഏറ്റവും കുമ്മലായിട്ടുള്ള ഔലിയാക്കൾ, അതാണ് കാമിലത്ത് എന്ന് പറയുന്ന അവസ്ഥ, അൽ ഇൻസാനുൽ കാമിൽ. ഇത് തർബിയത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ റാളിയ, മർലിയ, കാമില, ഈ ഒരു പൂർണ്ണമായ അവസ്ഥയിൽ മനുഷ്യൻ പൂർണ്ണതയിലെത്തുകയാണ്. നമ്മളെ ബിഹേവിയർ സൈക്കോളജിയിലൊക്കെ പറയുന്ന സെൽഫ് റിയലൈസേഷൻ. എന്നിട്ട് അതിന് ഒരു ഉദാഹരണം പറയൽ, സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിയ ആൾക്കാരാണ് നെൽസൺ മണ്ടേല. അവർക്ക് വേറെ ആവശ്യങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പരിചയപ്പെടുത്തലുണ്ട്. അപ്പോൾ അതിൻ്റെയുമൊക്കെ എത്രയോ മുകളിൽ എത്തുന്ന ഒരു വലിയ ഒരു മർത്തബയാണ് ശരിക്കും അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകാര്യം ചെയ്ത ആ കമാലിയത്തിൽ തന്നെ പല വ്യത്യസ്ത രൂപങ്ങളുണ്ടാവും. മുത്തനബി തങ്ങളുടെ കമാലിയത്തായിരിക്കില്ല ഔലിയാക്കളിലുള്ള കമാലിയത്ത്, ഔലിയാക്കളിലുള്ള കമാലിയത്തായിരിക്കില്ല അവരുടെ താഴെയുള്ള മുഅ്മിനീങ്ങളുടെ കമാലിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കമാലിയത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക, ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു പരമലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇബാദ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി, എന്നിട്ട് നീ പ്രവേശിച്ചോ ഫി ഇബാദി, എൻ്റെ ഇബാദിൽ. അപ്പോൾ ഉബൂദിയത്തിൻ്റെ പൂർണ്ണത, ഒരു അടിമത്വത്തിൻ്റെ പൂർണ്ണത, അടിമ എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അബ്ദ് എന്ന് പ്രത്യേകം ഭംഗിയാക്കി ഖുർആനിൽ പറയാനുള്ള കാരണം എന്താ? അടിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേമാണോ? ആളുകൾ നോക്കുമ്പോൾ അടിമ എന്ന് പറയുന്നത്
സ്വതന്ത്രനേക്കാളും താഴെയുള്ള ടേമാണ്. പക്ഷേ അടിമ എന്ന് പറയുന്ന മുത്തുനബി തങ്ങൾ അവിടെ ഭംഗിയാക്കി, ഏറ്റവും ഭംഗിയായ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഖുർആനിൽ അടിമ എന്ന് ഉപയോഗിച്ച എന്തിനാണ്? ആ അടിമത്വത്തിൻ്റെ പൂർണ്ണതയാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നത് ഈ ഒരു തർബിയത്ത് പൂർണ്ണമായി, എല്ലാം പൂർണ്ണമായി എല്ലാവരെയും തർബിയത്ത് ചെയ്യാനുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ നിലക്ക് നമ്മളുടെ ശരീരത്തെ നമ്മൾ ഹിസാബ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നന്നാവണം എന്നുള്ള ചിന്ത ഇങ്ങനെ കൂടി വരുന്ന സമയത്താണ് നമ്മൾ സലാഹിയത്തിലേക്ക് കടക്കുന്നത്. അതിന് നമ്മുടെ ഉസ്താദുമാർ പൊതുവെ നിർദ്ദേശിക്കുന്ന, മുതാല ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന കിതാബാണ് ബിദായത്തുൽ ഹിദായ. വളരെ അടിസ്ഥാനപരമായി നമുക്ക് നോക്കാൻ പറ്റുന്ന, വളരെ ചുരുങ്ങിയ 3 പാർട്ടുകളിലായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുത്തഅല്ലിമീങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നൊരു കിതാബാണ് ബിദായത്തുൽ ഹിദായ. അതുപോലെ തന്നെ അതിൻ്റെ ഷറഹായിട്ടുള്ള ഷറഹു മറാഖിൽ ഉബൂദിയ മുഹമ്മദുൻ നബവി അൽ ജാവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ബിദായത്തുൽ ഹിദായ നമുക്ക് തുടങ്ങി തന്നത് മൊയ്ദ് ഉസ്താദായിരുന്നു കാന്തപുരത്തുനിന്ന്. അപ്പോൾ ബിദായത്തുൽ ഹിദായ നമ്മൾ പൂർണ്ണമായിട്ട് മുതാല ചെയ്യണം. ഈ പഠനകാലത്ത് തന്നെ മുതാല ചെയ്യേണ്ട ഒരു കിതാബാണ്. അതിൻ്റെ ഷറഹായിട്ടുള്ള ഷറഹു മറാഖിൽ ഉബൂദിയോട് കൂടി തന്നെ, അതുപോലെ തന്നെ മറ്റൊരു കിതാബ് ഇത്ഹാഫു സാദത്തിൽ മുത്തഖീൻ, ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഷറഹ്, നമ്മളെ ഇന്ത്യക്കാരനായ മുർത്തള സബീദി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഇത്ഹാഫു സാദത്തിൽ മുത്തഖീൻ. അത് വെച്ചിട്ടായിരുന്നു നമുക്ക് സോപ്പ് ഉസ്താദ് ഇഹ്യാ ഉലൂമുദ്ദീൻ ദർസ് നടത്തിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തർബിയത്തിൻ്റെ രൂപങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കാണിച്ചു തരുന്ന ഓരോ രൂപങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായ രൂപത്തിൽ മുതാല ചെയ്യാനും, ഈ മുതാല ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ ക്ലിയറായി വരും. ചിന്തകൾ നമ്മുടെ കൽബിലേക്ക് ഫിക്ർ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ക്ലിയറാവും. നമുക്ക് കൂടുതൽ നന്നാവണം എന്നുള്ള ചിന്ത വരും. ശരിക്കും ഈ ഒരു വലിയ അല്ലെങ്കിൽ ഒരു മുസന്നിഫ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ, കാരണം അവർ നമ്മളോടുള്ള നസീഹത്തുകളാണ്. ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിൻ്റെ തുടക്കത്തിൽ ബിസ്മി കൊടുക്കാത്തതിൻ്റെ കാരണമായിട്ട് എന്താ പറയുന്നത്, ഷെയ്ഖുന പറയാറുണ്ട്, അതൊരു കിതാബല്ല, അതൊരു കത്താണ്. മുത്തഅല്ലിമിന് വേണ്ടിയിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഒരു കത്താണ്. കത്തിൽ പിന്നെ സലാമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള നിലക്കാണ്, ഒരു റിസാല എന്നുള്ള നിലക്ക് എഴുതിയത് കൊണ്ടാണ് അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി കൊണ്ടുവരാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് നമുക്ക് ഇതൊക്കെ നമ്മളോടുള്ള ഉപദേശങ്ങളാണ്, നമ്മളോട് ഉസ്താദന്മാർ പറയുന്നത് പോലുള്ള ഉപദേശങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്വലാഹിയത്തിൻ്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നമ്മളും പെടും. ആ ഒരു ഗണത്തിൽ നമുക്കും ഉൾപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തർബിയത്തിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. ചെറിയ നിലക്ക് എവിടെയോ ഒക്കെ സ്പർശിച്ച് പോയിട്ടേ ഉള്ളൂ, നമുക്കുള്ള അറിവും അത്രേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് അറിയാനും പഠിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നാം പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഒരു ഇബാദത്തായി സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഖാജാ തങ്ങളുടെ പൊരുത്തം കിട്ടിയ മുതഅല്ലിമീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.